What's up, guys? Let's welcome to our YouTube channel, Let's Commerce Academy. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിലെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലും പിന്നെ അതിനുശേഷം വരുന്ന റോൾ ഓഫ് ബിസിനസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എക്കോണമി എന്നുള്ള ടോപ്പിക്കാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ റോൾ ഓഫ് ബിസിനസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എക്കോണമിക്ക് മുമ്പായിട്ട് എന്താണ് ബിസിനസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ബിസിനസ് എന്ന് പറയുമ്പോൾ ബിസിനസ് സ്റ്റാർട്ട്സ് വിത്ത് ദ പ്രൊഡക്ഷൻ ആൻഡ് എൻഡ് വിത്ത് കൺസംഷൻ. അതാണ് ബേസിക് ആയിട്ട് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഫസ്റ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സും അതിൻ്റെ ഏറ്റവും അവസാനം കൺസെപ്ഷൻ എന്ന് വെച്ചാൽ ഉപയോഗം അതുവരെ ഉള്ള മുഴുവൻ പ്രോസസ്സിനെയാണ് ബിസിനസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മേക്കിംഗ് ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് റീച്ച് ദ കസ്റ്റമർ ഇൻവോൾവ്സ് സീരീസ് ഓഫ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്കറിയാം ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കുമ്പോൾ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ഒരുപാട് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ആദ്യം അതിൻ്റെ റോ മെറ്റീരിയൽ കണക്ട് ചെയ്യണം, അതിനുശേഷം അത് ഫാക്ടറി കൊണ്ടുപോയി പ്രൊഡക്റ്റ് ഉണ്ടാക്കണം, അത് കഴിഞ്ഞ് അതിനെ മാർക്കറ്റ് ചെയ്യണം, അത് കഴിഞ്ഞ് സെയിൽ ചെയ്യണം, അത് കഴിഞ്ഞ് കസ്റ്റമർ അത് വാങ്ങണം. സോ അത്രയും സ്റ്റെപ്സ് പോകുമ്പോൾ ഇത് ഒരുപാട് പ്രോസസ്സിലൂടെയാണ്, അങ്ങനെ സീരീസ് ഓഫ് സ്റ്റെപ്സിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ദ വർക്ക് ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഈസ് കവേർഡ് അണ്ടർ ഇൻഡസ്ട്രി. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് ഇൻഡസ്ട്രിയിൽ നടക്കും. ആൻഡ് റിമൈനിങ് ആക്ടിവിറ്റീസ് ബിലോങ് ടു കൊമേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഒരു നെറ്റ്സെല്ലാക്കി പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഇതിനെ സമ്മറൈസ് ചെയ്ത് പറഞ്ഞാൽ വി കോൾ ദം ബിസിനസ് വിച്ച് ഈസ് എ വൈഡർ ടേം ആൻഡ് ഇൻക്ലൂഡ്സ് ഇൻഡസ്ട്രി, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. അപ്പോൾ ഇൻഡസ്ട്രിയും ട്രേഡ് കൊമേഴ്സും കൂടെ ചേരുന്ന ഒരു വൈഡർ ടേമിനെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. സോ നമുക്ക് പറയാം ഇൻഡസ്ട്രി, ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇത് മൂന്നും കൂടെ ചേരുന്ന ഒരു വൈഡർ ടേമാണ് എന്തെന്ന് പറയുന്നത്? ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്ന ഇനി ബിസിനസിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ പറയുന്നത്. അപ്പോൾ പണ്ട് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിരുന്നു, മോണിറ്ററി വേഴ്സസ് ബാർട്ടർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ബാർട്ടർ സിസ്റ്റം എന്താണെന്ന് നമുക്ക് അറിയുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ഒരു പ്രൊഡക്റ്റിന് വേണ്ടി വേറൊരു പ്രൊഡക്റ്റ് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു വാഴക്കൊല ഉണ്ടെന്ന് വിചാരിക്കും, ബി എന്ന് പറയുന്ന ആളുടെ കയ്യിൽ ചക്കയുണ്ട്. അപ്പം എനിക്ക് ആവശ്യം ചക്കയാണ്, ബിയുടെ ആവശ്യം വാഴക്കൊലയാണ്. അപ്പോൾ രണ്ടുപേരും കൂടി ഒരു എഗ്രിമെന്റിൽ എത്തുന്നു, ഞാൻ എൻ്റെ ചക്ക നിനക്ക് തരാം, നീ എൻ്റെ വാഴക്കൊല തന്നാൽ മതി. അങ്ങനെ പ്രൊഡക്ട്സ്, ഗുഡ്സ് സർവീസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് പകരം പൈസ വെച്ച് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് എക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ മോണിറ്ററി സിസ്റ്റം അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഡിവിഷൻ ഓഫ് ഇൻകം എമംഗ് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇപ്പോൾ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസ്സിൻ്റെ എല്ലാ ഫാക്ടേഴ്സിലും ഇപ്പോൾ പ്രൊഡക്ഷനും റോ മെറ്റീരിയൽ ഉണ്ടാക്കുന്നു അവിടേക്കൊക്കെ നമ്മൾ ഈ അവസാനം കിട്ടുന്ന ഇൻകം ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. അതേപോലെ നമ്മൾ ഏത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും അതെന്താണ്? സാറ്റിസ്ഫാക്ഷൻ ഓഫ് നീഡ്സ് ആൻഡ് വാണ്ട്സിന് വേണ്ടിയിട്ടാണ്. ഓരോ ആൾക്കാരുടെ ഓരോ നീഡിൻ്റെയും വാണ്ടിൻ്റെയും സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്, അത് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും. ഓക്കെ, അപ്പോൾ ബിസിനസിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കും എന്ന് ചിന്തിക്കുന്നു. ഈ ബിസിനസ് എന്ന് പറയുന്ന ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അവിടെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്, പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് നടക്കുന്നുണ്ട്, അവിടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്, അവിടെ കൺസംഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നാലും കൂടെ ചേർന്നാണ് ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മൾ ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി റോൾ ഓഫ് ബിസിനസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് എക്കോണമി. അപ്പോൾ റോൾ ഓഫ് ബിസിനസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് എക്കോണമി എന്ന് പറയുമ്പോൾ ബിസിനസ് വിച്ച് ഇൻക്ലൂഡ്സ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഹാവ് പ്ലേഡ് എ വൈഡർ റോൾ ഇൻ സിൻസ് മെമ്മോറിയൽ. ഏർലി പീരീഡ് എന്ന് പറയുമ്പോൾ ആൻഷ്യൻ ടൈംസ് അല്ലെങ്കിൽ പണ്ട് കാലത്ത്. ഓക്കെ, ആ സമയത്ത് ആൻഷ്യൻ ടൈംസ് ദ എക്കോണമി ഓഫ് ആൻഷ്യൻ ടൈംസ് വർ ക്യാരിഡ് ഔട്ട് ബൈ ബോത്ത് വാട്ടർ ആൻഡ് ലാൻഡ് റൂട്ട്സ്. അപ്പോൾ കടൽ മാർഗം അല്ലെങ്കിൽ നദിമാർഗവും കരമാർഗവുമാണ് എന്ത് ചെയ്തിരുന്നത്? ട്രേഡ് മുഴുവൻ പണ്ട് കാലത്ത് നടന്നിരുന്നത്. അവിടെ പ്രധാനമായിട്ടും സിൽക്ക് റൂട്ട് ആൻഡ് മാരിടൈം ട്രേഡ് വർ ക്വൈറ്റ് പ്രൊമിനന്റ്. ഇത് രണ്ടും വളരെ പ്രൊമിനന്റ് ആയിരുന്ന ട്രേഡിംഗ് റൂട്ട്സും ആണ്. അപ്പോൾ പണ്ട് എന്തൊക്കെയാണ് ട്രേഡ് ചെയ്തിരുന്നത്? പണ്ട് ഇന്ത്യക്കകത്തും ഇന്റേണലിയും ഫോറിൻ ലാൻഡിൽ എക്സ്റ്റേണലിയും ട്രേഡ് നടന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഒരുപാട് ഇൻകം, സർപ്ലസ് ഇൻകം വാസ് ജനറേറ്റഡ്. ആൻഷ്യൻ ടൈമിൽ സർപ്ലസ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിരുന്നു. കാരണം അവിടെ ഒരുപാട് ട്രേഡ് നടന്നിരുന്നു, ഒരുപാട് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നടന്നിരുന്നത് നമുക്ക് നോക്കാലോ. വായിക്കുമ്പോൾ
people were engaged in various economic activities such as agriculture, domestication of animals, weaving of cotton, dyeing fabrics, making clay pots, utensils. അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ്, കൃഷി, മൃഗങ്ങളെ വളർത്തല്, കോട്ടൺ വീവ് ചെയ്യുന്നത്, ഫാബ്രിക്സ് ഡൈ ചെയ്യുന്നത്, ക്ലേ പോട്ട്സ് ഉണ്ടാക്കുന്നത്, അങ്ങനെ ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ്, സ്കൾപ്ചറിങ് ആക്ടിവിറ്റീസിൽ ഇന്ത്യൻ എക്കോണമി ചെയ്തിരുന്നു. ഒരുപാട് സാധനങ്ങൾ ട്രേഡ് ചെയ്തിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ദർ വർ ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻസ് ഓഫ് എക്കണോമിക് ലൈഫ്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവരുടെ എക്കണോമിക് ലൈഫിനെ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റീസ് ആയിരുന്നു. അങ്ങനെ ഇതിന്ന് ഒരുപാട് സർപ്ലസ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. ജനറേറ്റ് ചെയ്ത ഇൻകം അവർ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, ഈ ഇൻവെസ്റ്റ്മെന്റ് എന്തിനു സഹായിച്ചു? ബാങ്കിങ് സിസ്റ്റത്തിന്റെ വളർച്ചയ്ക്ക് സഹായിച്ചു. ഓക്കെ, അപ്പോൾ ബാങ്കിങ് സിസ്റ്റത്തിന്റെ വളർച്ചയ്ക്ക് യൂസ് ചെയ്ത 2 എക്സാമ്പിൾസ് ആണ് ഹുണ്ടി ആൻഡ് ചിട്ടീസ്. ഹുണ്ടി പ്രധാനമായിട്ടും നോർത്ത് ഇന്ത്യയിലും ചിട്ടീസ് പ്രധാനമായിട്ടും സദേൺ റീജിയനിലുമാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൽ these were documents used to facilitate transfer of money from one hand to another for trading activities. അപ്പോൾ ട്രേഡിംഗ് ആക്ടിവിറ്റീസിൽ ഒരാളുടെ അടുത്ത് നിന്ന് വേറൊരാളുടെ അടുത്തേക്ക് മണി ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഡോക്യുമെന്റ്സ് ആയിട്ടാണ് ഈ ഹുണ്ടിയും ചിട്ടീസൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഡോക്യുമെന്റ് ആയിട്ട് ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് കൂടുതലും ഒരുപാട് ട്രാവൽ ചെയ്യാനായിരുന്നു. ലൈക്ക് ഇന്നത്തെ പോലെ ഫ്ലൈറ്റോ ട്രെയിനോ അങ്ങനത്തെ അല്ലെങ്കിൽ നല്ല ട്രാവൽ ചെയ്യാനുള്ള ബസ്സൊന്നും ഇല്ല. ആൾക്കാർ നടന്നും കപ്പൽ മാർഗേനൊക്കെയാണ് പോയിരുന്നത്. അപ്പോൾ എന്താണ്, ഒരുപാട് നേരത്തെയും ഒരുപാട് ദൂരത്തെ യാത്ര ആയതുകൊണ്ട് റോബറിയും തെഫ്റ്റിനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് കവർച്ചക്കാർക്കൊക്കെ. അപ്പോൾ ഹുണ്ടിയൊക്കെ ഒരു ഡോക്യുമെന്റ് ആയി കൊണ്ടുപോകുമ്പോൾ തെഫ്റ്റിനൊക്കെയുള്ള സാധ്യത കുറവാണ്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഉള്ള മാർഗങ്ങൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നല്ല രീതിയിൽ മണി ട്രാൻസ്ഫർ നടന്നുകൊണ്ടും ബാങ്കിങ് സിസ്റ്റം നല്ല രീതിയിൽ തഴച്ചു നിന്നതുകൊണ്ടും എമർജൻസ് ഓഫ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആൻഡ് അവൈലബിലിറ്റി ഓഫ് ലോൺസ് അഡ്വാൻസസ് എൻഹാൻസ് ദ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ. അപ്പോൾ ക്രെഡിറ്റ് അല്ലെങ്കിൽ ലോൺ കിട്ടാൻ തുടങ്ങി, ആൾക്കാർക്ക് ക്രെഡിറ്റ് എടുക്കാനുള്ള അവസരങ്ങൾ കിട്ടാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ എന്തിനു സഹായിച്ചു? ബിസിനസിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിച്ചു ഒരു ട്രേഡ് ആക്ടിവിറ്റീസിന്. അപ്പോൾ ഇന്ത്യൻ മെർച്ചൻസ് യൂസ് ചെയ്തിരുന്ന കുറച്ച് ഹുണ്ടീസിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണുന്നത്. ആൻഡ് നമുക്കിപ്പോൾ അതിലേക്കൊന്നും പോകണ്ട, നമുക്ക് ഓവറോൾ കോൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു തരാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് എന്താണ്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഒരുപാട് എക്സ്പോർട്ട് നടന്നിരുന്നു. ഒരുപാട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ വിദേശത്തേക്ക് ഒരുപാട് കയറ്റുമതി ഐറ്റംസ്, നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഐറ്റംസും വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് എന്താ, ബാലൻസ് ഓഫ് ട്രേഡ് ഫേവറബിൾ ആയിരുന്നു. ബാലൻസ് ഓഫ് ട്രേഡ് എന്താന്ന് വെച്ചാൽ എക്സ്പോർട്ട് ഇമ്പോർട്ടിനേക്കാളും കൂടുതലാവും. എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്ട്സ് വിദേശ രാജ്യങ്ങളിലേക്ക് വിറ്റ് അവിടെ നിന്നുള്ള പൈസ അല്ലെങ്കിൽ മൂല്യം ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ എന്ന് വെച്ച് നമ്മൾ അവിടുന്ന് ഒരുപാട് ഐറ്റംസ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് ഇവിടുന്ന് പൈസ അങ്ങോട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ എക്കോണമിയിൽ ഒരുപാട് പൈസയുണ്ട്. ഓക്കെ, അപ്പോൾ ബാലൻസ് ഓഫ് ട്രേഡ് നമുക്ക് ഫേവറബിൾ ആയിരുന്നു. അതേപോലെ where export exceeded the import with large margins and indigenous banking system. അതിന് ബാങ്കിങ് സിസ്റ്റംസും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഈ ബാങ്കിങ് സിസ്റ്റവും ഈ ട്രേഡ് ഓഫ് ബാലൻസും ഒക്കെ നമ്മൾ എന്തിനു സഹായിച്ചു? വളരാൻ നല്ല രീതിയിൽ സഹായിച്ചു. അങ്ങനെ ഒരുപാട് ട്രേഡ് സെന്റേഴ്സ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഒരുപാട് ട്രേഡ് സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് പാട്ലിപുത്ര, പേശ്വർ, താക്സില, ഇന്ദ്രപ്രസ്ഥ, മിഥില, മധുരം. ഇതൊക്കെ പണ്ട് കാലത്താണ്, ആൻഷ്യൻ ടൈംസിൽ ഉണ്ടായിരുന്ന ട്രേഡ് സെന്റേഴ്സ് ആണ്. ഇവിടെ ഇമ്പോർട്ടും എക്സ്പോർട്ടും നടന്നിരുന്നു. അതിൽ എക്സ്പോർട്ട് കൂടുതലുമായിരുന്നു. ഇവിടെ പ്രധാനമായിട്ട് വിറ്റിരുന്ന ഐറ്റംസ് ആണ് ഇവിടെ പറയുന്നത്. കോട്ടൺ, പാരറ്റ്, ലൈവ് ആനിമൽസ്, പിന്നെ വൈൻ, ഗോൾഡ്, സിൽവർ, കോപ്പർ എക്സെട്ര. ഇങ്ങനെ ഒരുപാട് ഇവിടെയും വേറെ ഐറ്റംസ് ഉണ്ട്. ഷുഗർ, ഇൻഡിഗോ, ഒപ്പിയം, സീസെയിം, സ്പൈസസ്, വീറ്റ്, സീസെയിം, ഇതൊക്കെ ഇവിടെ വിറ്റിരുന്നു. പിന്നെ ഈ ടൗൺസ് എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ട്രേഡ് സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടൗൺസ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ മാനുഫാക്ചറിങ് ഏരിയ ആണെങ്കിൽ അവിടെ മാനുഫാക്ചർ ചെയ്യുന്ന ടൗൺസ് ആണ് ഉണ്ടാവുക. അതേപോലെ സാക്രഡ് സെന്റേഴ്സ് ആകുമ്പോൾ അവിടെ സാക്രഡ് ഐറ്റംസ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അങ്ങനെ ഓരോരോ പ്രൊഡക്റ്റ് ബേസ് ചെയ്ത്, ഓരോരോ കമ്മ്യൂണിറ്റീനെ ബേസ് ചെയ്ത് ഓരോരോ ടൗൺസ് ക്രിയേറ്റഡ് ആയിരുന്നു പണ്ട് കാലത്ത്. അതേപോലെ തന്നെ ഇവിടെ പറയുന്നത് ഒരുപാട് ബാങ്കിങ് സിസ്റ്റം, ഫിനാൻസ് സിസ്റ്റം നല്ല ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുകൊണ്ട്
ഇന്ത്യനെ സ്വർണഭൂമി എന്നാണ് വിളിച്ചിരുന്നത്. ഓക്കെ, സ്വർണഭൂമി ഓർ സ്വർണദ്വീപ്. In the writings of many travelers such as Megasthenes, Fahian, എനിക്ക് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ ഞാൻ പറയുന്നത് അറിയില്ല, ഇങ്ങനെയുള്ള ആൾക്കാരുടെ, ഇവിടെ കൂടുതൽ ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ആൾക്കാരുടെ ബുക്കിലൊക്കെ ഇന്ത്യനെ അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനെ സ്വർണഭൂമി, സ്വർണദ്വീപ് എന്നൊക്കെ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. Between 1st and 7th century CE, India is estimated to have the largest economy of the ancient medieval world. ഇപ്പോൾ 1st and 7th century CE കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും ലാർജസ്റ്റ് ഇക്കോണമി ആയിരുന്നു മെഡീവൽ വേൾഡിൽ, കൺട്രോളിങ് 1/3 and 1/4 ഓഫ് വേൾഡ് വെൽത്ത്. ഓക്കെ, ലോകത്തിൽ 1/3 വെൽത്തും ഇന്ത്യയിലായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കുറച്ച് ട്രേഡ് സെന്റേഴ്സിനെ പറ്റി പറയുന്നുണ്ട്, നമ്മൾ അതിലേക്കൊന്നും അധികമായിട്ട് പോകുന്നില്ല. ആൻഡ് ഇതിന് ശേഷമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് റൂട്ട് ഇന്ത്യ വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ എക്കോണമി ഒരുപാട് താഴേക്ക് പോയി. ഒരുപാട് താഴേക്ക് പോകാൻ കാരണം എന്താണ്? ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർ ഇവിടുന്ന് റോ മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ നമ്മുടെ തുണിയൊക്കെ ഉണ്ടാക്കാനുള്ള ജൂട്ടാണെങ്കിലും കോട്ടൺ ആണെങ്കിലും റോ മെറ്റീരിയൽസ് ആയിട്ട് തന്നെ കളക്ട് ചെയ്ത് അവരത് യൂറോപ്പിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആക്കി അവരവിടെ അവരുടെ മെഷീനറീസിൽ ഉപയോഗിച്ച് അത് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആക്കി തിരിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിറ്റു. അപ്പം എന്താ സംഭവിച്ചത്? വിൽക്കുന്ന സാധനങ്ങൾ ഇന്ത്യക്കാർ വാങ്ങി ഉപയോഗിക്കുന്നതിലൂടെ ഇന്ത്യയിൽ എക്സ്പോർട്ട് കുറയുകയും ഇമ്പോർട്ട് കൂടുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യൻ എക്കോണമി താഴേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യയുടെ ബാലൻസ് ഓഫ് ട്രേഡ് പോയി. അപ്പോൾ ഇന്ത്യ വളരെ മോശം എക്കോണമിയിലേക്ക് എത്തി ബ്രിട്ടീഷ് റൂൾ കഴിഞ്ഞതോടെ. അങ്ങനെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം ഇന്ത്യനെ റീബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ കഷ്ടപ്പാടുള്ളൊരു പ്രോസസ്സ് തന്നെയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ് ഓഫ് അച്ചീവിങ് ഈ സെൽഫ് റിലയൻറ്റ് സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റി, അപ്പോൾ സ്വയം പ്രാപ്തരായ സോഷ്യലിസം ഉൾക്കൊള്ളുന്ന ഒരു സൊസൈറ്റിക്ക് വേണ്ടിയാണ് ഇന്ത്യ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിന് ഒരുപാട് മെഷേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ എന്ന് വെച്ചാൽ പഞ്ചവത്സര പദ്ധതികൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെൻട്രലൈസ്ഡ് എക്കണോമിക് പ്ലാനിങ് ആണ് അവർ കൂടുതലായിട്ടും ചെയ്തത്. അതിൽ പ്ലാനിങ് ആൻഡ് എംഫസിസ് ഓൺ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ബേസിക് ആൻഡ് കീ ഇൻഡസ്ട്രീസ്. അപ്പോൾ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് വളരെ ബേസിക്കും ക്യൂ ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലേക്ക് ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ഒരു സെൻട്രലൈസ്ഡ് എക്കണോമിക് പ്ലാനിങ് ആയിരുന്നു ഇന്ത്യ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കൂടുതലായിട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് മോഡേൺ ടെക്നോളജീസിലേക്ക്, സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്, ന്യൂക്ലിയർ പ്രോഗ്രാംസിലേക്ക്, ഇതിലേക്കൊക്കെ ഇന്ത്യ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. പക്ഷെ നമുക്ക് എന്ത് കുറവാണ്? ക്യാപിറ്റൽ കുറവാണ്. പോപ്പുലേഷൻ ആണെങ്കിൽ വളരെ കൂടുതലും. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റം വളരെ വീക്കാണ്. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം ഇന്നാഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചറും, പിന്നെ യുദ്ധം നടക്കുന്ന കാലഘട്ടമായിരുന്നു ഇൻഡിപെൻഡൻസ് ശേഷം. ആയതുകൊണ്ട് തന്നെ ഡിഫൻസിലേക്കും ഒരുപാട് പൈസയുടെ ആവശ്യം വന്നു. അപ്പോൾ നമുക്ക് ഫിസ്ക്കൽ ഡെഫിസിറ്റ്, പൈസ ഇല്ലാത്തൊരവസ്ഥ, എക്കോണമി വളരെ മോശം അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇന്റർണൽ കമ്മ്യൂണിറ്റി കോൺഫ്ലിക്റ്റ് ഇനി ഇന്ത്യ എബിലിറ്റി ടു മാനേജ് ദിസ് എക്കോണമി സെവർലി. അപ്പോൾ സ്വന്തം എക്കോണമീനെ മാനേജ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, വളരെ മോശം അവസ്ഥയിലായിരുന്നു. ആൻഡ് ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് സിറ്റുവേഷൻസ് വാസ് പ്രിക്കോഷ്യസ്. ബാലൻസ് ഓഫ് പേയ്മെന്റും വളരെ മോശം അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ആസ് എ റിസൾട്ട് ഈ മോശം അവസ്ഥയിൽ നിന്നാവാൻ വേണ്ടി ഇന്ത്യ ഇക്കോണമിക് ലിബറലൈസേഷനെ സമ്മതിച്ചു. 1999 ലിബറലൈസേഷൻ ഇന്ത്യ പോക്കാണ്. ലിബറലൈസേഷൻ ശേഷം ഇന്ത്യ ഒരുപാട് പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ്സ്, ഗ്ലോബലിയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിലേക്ക് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഇന്ത്യൻ എക്കോണമി ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്ത് അഡ്രസ് ചെയ്തു. ആൻഡ് 1991 ആഫ്റ്റർ ലിബറലൈസേഷൻ ഒരുപാട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിലേക്ക് വന്നു. ഇപ്പോൾ ഇന്ത്യ എക്കോണമി ഈസ് എമേർജിങ് ആസ് വൺ ഓഫ് ദ ഫാസ്റ്റർ ഗ്രോയിങ് എക്കോണമീസ് ഇൻ ദ വേൾഡ് ടുഡേ ആൻഡ് എ പ്രിഫേർഡ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് ഡയറക്റ്റ്ലി വരുന്ന അല്ലെങ്കിൽ ഫാസ്റ്റ്ലി ഗ്രോ ചെയ്യുന്ന എക്കോണമീസിൽ ഒന്നാണ്. കറന്റ് എനിക്ക് തോന്നുന്നു 4-മത്തെയോ 5-മത്തെയോ എക്കോണമി ഇന്ത്യയുടെയാണ് ടോട്ടൽ വേൾഡിൽ. ആൻഡ് സോ ഇവിടെ ഇൻകം റൈസ് ചെയ്യുന്നുണ്ട്, സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരുപാട് കൺസംഷൻ ആൻഡ് ഇവിടെ പോപ്പുലേഷൻ എൻഷുവേഴ്സ് ഗ്രോത്ത് ഫോർ ഡെക്കേഡ്സ് ടു കം. നല്ല പോപ്പുലേഷൻ ഉള്ളത് കൊണ്ട് നല്ല ഗ്രോത്ത്, കാരണം ഇന്ത്യ വലിയൊരു മാർക്കറ്റ്. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്.
അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ഗ്രോത്തിന് വേണ്ടിയിട്ട് അതിനൊപ്പം വരാൻ വേണ്ടി ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ലൈക്ക് മേക്കിംഗ് ഇന്ത്യ, സ്കിൽ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്. എക്സ്പെക്റ്റഡ് ടു ഹെൽപ്പ് ദ എക്കണോമിക് ഇൻ ടേംസ് ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സ് വിത്ത് സ്റ്റഡി ആൻഡ് സസ്റ്റൈനബിൾ ട്രേഡ് ബാലൻസ്. ഇന്ത്യക്ക് നല്ലൊരു സസ്റ്റൈനബിൾ ട്രേഡ് ബാലൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ഇമ്പോർട്ടും എക്സ്പോർട്ടും ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇനിഷ്യേറ്റീവ് ഇന്ത്യൻ ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് ഈ ടോപ്പിക്, റോൾ ഓഫ് എക്കോണമി, റോൾ ഓഫ് ബിസിനസ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത്. ഇനി നമുക്കിതിനൊരു ബേസിക് ആയിട്ട് ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്ത്യയുടെ ആൻഷ്യന്റ് സിസ്റ്റം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് നല്ല എക്കോണമി ആയിരുന്നു, ലൈക്ക് ഒരുപാട് ട്രേഡ് ഉണ്ടായിരുന്നു, എക്സ്പോർട്ടൊക്കെ ഒരുപാട് കൂടുതലായിരുന്നു. പക്ഷെ ബ്രിട്ടീഷ് ഭരിക്കാൻ തുടങ്ങിയപ്പോൾ അത് മാറി. ബ്രിട്ടീഷ് ഭരിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ എക്കോണമി വളരെ മോശ സ്ഥിതിയിലേക്ക് പോവുകയാണ്. മോശ സ്ഥിതിയിലേക്ക് പോവാന്ന് വെച്ചാൽ നമുക്ക് ആ മോശ സ്ഥിതിയിലേക്ക് പോയതിന്റെ കാരണവശാൽ ലിബറലൈസേഷൻ നമ്മൾ തുടങ്ങി 1991 ലിബറലൈസേഷന് ശേഷം ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് മൂലം വൺ ഓഫ് ദ ഗ്രോയിങ് എക്കോണമിയിൽ ഒന്നാണ് ഇപ്പോൾ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത്. ബേസിക്കലി ഇത്രേ പറയുന്നുള്ളൂ. ഇതിൽ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് സച്ചാസ് എന്തൊക്കെയാണ് ഇവർ ട്രേഡ് ചെയ്തിരുന്നത്, പിന്നെ എന്തൊക്കെയാണ്, എവിടെ വെച്ചൊക്കെയാണ് ഈ ട്രേഡ് സെന്റേഴ്സ്, എന്താണ് സ്വർണ്ണ ഭൂമി, ആരാണ് ഇന്ത്യനെ വിളിച്ചിരുന്നത്, അതേപോലെ അങ്ങനത്തെ കുറച്ച് പോയിന്റ്സും കൂടെയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു എസ്സേ എഴുതാനുള്ളൊരു പോർഷനാണിത്. ആൻഡ് നമുക്കൊരു വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ താങ്ക് യു.